അപ്പോൾ അന്ന് താലിമാറ്റൽ ചടങ്ങിന് നടന്നിട്ടുണ്ടായിരുന്ന ആ പ്രശ്നങ്ങളൊക്കെ മധുസൂദനനും മഹിമയും മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും അവർ മനഃപൂർവ്വമാണ് ആ പ്രശ്നം ഇത്രയും വഷളാക്കിയതൊക്കെ എന്ന് വർഷ മനസ്സിലാക്കുകയാണ്. അതെങ്ങനെയാണ് വർഷ മനസ്സിലാക്കുന്നത് വെച്ചാൽ മധുസൂദനൻ്റെ വായിൽ തന്നെയാണ് വർഷ അത് കേൾക്കുന്നത് കേട്ടോ. മധുസൂദനൻ വേറെ ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നത് വർഷ കേൾക്കാനിടയാവുകയും വർഷ അത് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വർഷ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വർഷയുടെ സ്വഭാവം നമുക്കറിയാലോ. ഓൾറെഡി വർഷ എല്ലാവരോടും അച്ഛനെ തല്ലി എന്നുള്ളൊരു പ്രശ്നത്തിലാണ് വർഷ സച്ചിയുടെ വീട്ടിലേക്കൊന്നും പോകാതിരിക്കുന്നത്. അപ്പോൾ ഇതറിഞ്ഞതോടെ വർഷയ്ക്ക് ഇവർ വേണിച്ചിട്ട് ചെയ്തതല്ല, അങ്ങനെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അച്ഛനും അമ്മയും മനഃപൂർവ്വം ചെയ്തതാണെന്ന് അറിയുമ്പോൾ വർഷ അവിടെ വലിയ ബഹളം ഉണ്ടാക്കിയിട്ട് വർഷ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡിൻ്റെ കഥയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. വർഷ അവിടെ ഇങ്ങനെ ഫോണിൽ കളിച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്തന്നാണ് അവിടേക്കും മഹിമ വരുന്നത്. മഹിമ വന്നിട്ട് വർഷയോട് പറയുന്നുണ്ട്, നീ ശ്രീകാന്തിനെ വിളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാനെന്തിനാ അവനെ വിളിക്കണം, അവനല്ലേ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, പിന്നെ എനിക്ക് എൻ്റെ ആവശ്യമുണ്ട് അവനെ വിളിക്കേണ്ടതെന്ന് മഹിമ അറിയുന്നുണ്ട്. നീ എന്താ വർഷം ഇങ്ങനെ, നീ അല്ല അവനെ വിളിക്കേണ്ടത്, അവന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നീയല്ലേ, എന്നിട്ട് നീ തന്നെ ഇങ്ങനെയാണോ, നീ എന്താ ഇങ്ങനെയൊക്കെ അവനോട് പെരുമാറുന്നത്, അവനൊരു പാവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വർഷ പറയുന്നുണ്ട്, അവൻ പാവൊക്കെ തന്നെയാണ്, പക്ഷെ അവൻ്റെ വീട്ടുകാരെ വലുത് പറഞ്ഞിട്ടല്ലേ അവൻ പോയത്, പിന്നെ ഞാനെന്തിനാ അവനെ വിളിക്കണം, അവൻ കുടുംബത്തോട് സ്നേഹമുള്ളതുകൊണ്ടാണ് അവൻ അങ്ങനെ പോയത്, അവൻ്റെ ചേട്ടൻ ചെയ്ത് തെറ്റിന് നീ എന്തിനാ അവനിങ്ങനെ അവഗണിക്കുന്നതും വിളിക്കാണ്ടിരിക്കുന്നതൊക്കെയും ചോദിക്കുകയാണ്. അപ്പോൾ മധുസൂദനൻ വന്നിട്ട് പറയാണ്, മഹിമേനെ എന്തിനാ വെറുതെ മോളേനെ ഇതാക്കുന്നത്, അവൾ അവിടെ ഇരിക്കുകയാണ് ചെയ്തിരുന്നോട്ടെ, നീ എന്തിനാ വെറുതെ അവളെ സൗകര്യം കെടുത്തുന്നത് പറയുകയാണ്. അപ്പോൾ മഹിമ അറിയുന്നുണ്ട്, ഏട്ടൻ അതൊക്കെ പറയാം, ശ്രീകാന്ത് വേറെ എവിടേക്കെങ്കിലും പോയാൽ അല്ലെങ്കിൽ ശ്രീകാന്ത് ഇവിടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ശ്രീകാന്ത് നല്ല പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിലും അവൻ്റെ ഏട്ടന് ഒരു ക്രിമിനലല്ലേ, അതുപോലെ കുറച്ച് ക്രിമിനൽ മൈൻഡൊക്കെ അവനും ഉണ്ടായിരിക്കും, ഇവരുടെ കൂടെയൊക്കെ നീ എങ്ങനെയും ജീവിക്കുക, ഇങ്ങനെ എപ്പോഴും കുടിയും വഴക്കും കൂടുന്ന ആ ചെക്കൻ്റെ വീട്ടിൽ നിനക്ക് താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വർഷയ്ക്കുണ്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അച്ഛാ മതി, ശ്രീകാന്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ശ്രീകാന്ത് പാവാണ്, ശ്രീകാന്തിന് ഒരു കുഴപ്പമില്ല, അവൻ്റെ ഏട്ടനെ അങ്ങനെ അയച്ചിട്ട് അവൻ അങ്ങനെ ആവണമെന്നുണ്ടോ, അവൻ നല്ല പയ്യനാണ്, അവനെ കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, അവൻ എന്നെ ചീത്ത പറയുമോ എന്നെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, അവൻ നല്ലൊരു മനുഷ്യനാണ്, അവനിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ്, അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുകയാണ്. ശ്രീകാന്തിന് എന്ത് പറഞ്ഞാലും എനിക്കത് ഇഷ്ടമാവില്ല അച്ഛാന്ന് പറയാനുണ്ടോ. അപ്പോൾ അയാൾക്കത് ഇതാവട്ടോ. വർഷ അമ്മ പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്, എന്തായാലും വർഷേ നിങ്ങളും അവരും ഒരു വീട്ടിൽ ചേർന്ന് പോവില്ല, നിങ്ങൾക്ക് വേറൊരു വീട് സ്വന്തമായിട്ട് എടുത്ത് മാറിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞങ്ങൾ 2-3 വർഷം ജോലിയൊക്കെ ചെയ്തിട്ട് പൈസ സമ്പാദിച്ച് ഒരു ലോണൊക്കെ എടുത്തിട്ട് മേടിക്കാച്ചിട്ട് ഇരിക്കുകയാണ് അമ്മ, അല്ലാതെ പെട്ടെന്ന് എങ്ങനെ ഞങ്ങൾ മാറുക. അപ്പോൾ മഹിമ പറയുന്നത്, നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ താമസിച്ച് മാറുന്നത്, ശ്രീകാന്തിന് ഇവിടെ വന്ന് താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കൊരു വീട് വാങ്ങിത്തരാം, നിങ്ങൾ അവിടെ പോയി താമസിച്ചോളൂ, ഇവിടെയല്ലേ ശ്രീകാന്തിന് ബുദ്ധിമുട്ടുള്ളൂ, ഞങ്ങളുടെ ഇടയിൽ താമസിക്കാൻ അവന് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ മാറി വേറൊരു വീട്ടിൽ താമസിക്കും, ഞങ്ങൾ വീട് എടുത്ത് തരാം, വേണമെന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയ റെസ്റ്റോറൻറ്റ് ഞാൻ പണിതരാം എന്നൊക്കെ എത്ര വട്ടം പറഞ്ഞതാണ്, നിങ്ങൾക്ക് അതൊക്കെ കേട്ടുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അന്ന് അമ്മ ഒരു ടൂർ പാക്കേജ് തന്നപ്പോൾ തന്നെ ശ്രീകാന്ത് എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയത്, അവനെ അപമാനിക്കാമെന്ന് വരെ പറഞ്ഞില്ലേ, ഒന്നും വേണ്ടമ്മ, ഞങ്ങൾ സ്വന്തമായി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊരു വീട് പണിതോളാം, വീട് വാങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം, അങ്ങനെ ഞങ്ങൾ താമസിച്ചോളാം, നിങ്ങൾ അതിൽ ഇടപെടണ്ട, ഇപ്പം ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായി, അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം, എന്തായാലും എൻ്റെ അച്ഛൻ്റെ തല്ലിയ വീട്ടിലേക്ക് ഞാൻ എന്തായാലും പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ കയറി പോവാണ് കേട്ടോ. അപ്പം മഹിമ മധുസൂദനോട് പറയുന്നുണ്ട്, നിങ്ങൾ അവളെ വെറുതെ വാശി പിടിപ്പിക്കേണ്ട, അവളുടെ സ്വഭാവം അറിയാലോ. അതിന് കയറിപ്പോയ വർഷ തിരിച്ച് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവളുടെ അച്ഛൻ ഒരു ആളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഇവളത് ശ്രദ്ധിക്കുന്നത്. അതിൽ മധുസൂദനൻ പറയുന്നുണ്ട്, അങ്ങനെ ഫംഗ്ഷൻ അലങ്കോലമായതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ മോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് അവനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റി, ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടു അറിയോ അതിന്, എൻ്റെ മഹിമയുടെയും എത്ര ദിവസത്തെ പ്ലാനാണ് സാധിച്ചത് എന്നൊക്കെ പറയും, ഞങ്ങൾക്ക് എന്തായാലും ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ആൾ പറയുന്നുണ്ട്. അപ്പോഴാണ് വർഷ അത് ശ്രദ്ധിക്കുന്നത്. വർഷ അത് ശ്രദ്ധിച്ചിട്ട് അപ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്, ഞാനും മഹിമയും കൂടി പഠിച്ച പണി 18 നോക്കി ആ സച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് വയലൻ്റ് ആക്കിയിട്ട് ആ പരിപാടി ഒന്ന് കൊളാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കൊളാക്കിയ ഞങ്ങൾക്ക് ആ പേരും പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് വിചാരിച്ച് ചെയ്തതായിരുന്നു, പക്ഷെ അതിലൊന്നും അവൻ
വയലൻ്റ് ആയില്ല. അതൊക്കെ അവൻ സഹിച്ച് നിന്നു. പക്ഷെ പിന്നെയാണ് ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയത്. സത്യത്തിൽ അവൾ മോഷ്ടിച്ചതൊന്നുമല്ല, അവൾ അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടിയൊന്നുമല്ല. പക്ഷെ ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ പരിപാടി നടത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങളത് അങ്ങനെ ആക്കി മാറ്റിയത്. ഞാൻ പരമാവധി അവളെ അപമാനിച്ചു. എത്ര നാണം കെടുത്താൻ പറ്റുമോ അത്രയും നാണം കെടുത്തി. അതുകൊണ്ടാണ് സച്ച് വയലൻ്റ് ആയതും എന്നെ തല്ലിയതും. എനിക്ക് 2 തല്ല് കിട്ടിയതിലും എനിക്ക് വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, എൻ്റെ മകളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ആ ഒരു സന്തോഷമുണ്ട് എനിക്കിത്. ഇനി വൈകാതെ എൻ്റെ മരുമകനെ ഞങ്ങളുടെ കൂടെ കൂട്ടും. അതിനുള്ള എല്ലാ പ്ലാനും ഞാൻ നടപ്പിലാക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നിന്നെ വിളിക്കാം, ശരി പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മധുസൂദൻ്റെ ബാക്കിൽ വർഷ നിൽക്കുന്നത്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, നിങ്ങളെയാണോ ഞാൻ ഇത്രയും കാലം അച്ഛാന്ന് വിളിച്ചത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പാവ രേവതി ചേച്ചീനെ അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചിട്ട് എന്നെയും ശ്രീകാന്തിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരുന്നത്? നിങ്ങളെ തല്ലി എന്നുള്ള ഒരൊറ്റ പേരിലാണ് ഞാൻ എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ സച്ചേട്ടനും രേവതി ചേച്ചിയും ഒക്കെ പറഞ്ഞതായിരുന്നു ശരിയല്ലേ? എൻ്റെ അച്ഛനാണോ ഇവിടെ ഫ്രോഡ്? ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്. അപ്പോൾ മധുസൂദൻ പറയുന്നുണ്ട്, മോളെ ഞാൻ പറയട്ടെ, അച്ഛനിനി ഒന്നും പറയണ്ട. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. നിങ്ങളെയൊക്കെ ഞാൻ എത്ര വിശ്വസിച്ചു, നിങ്ങളൊക്കെ എന്നെ നാണം കെടുത്തിയില്ലേ? പാവ രേവതി ചേച്ചി, ഇനി ഞാനിവിടെ നിൽക്കില്ല, ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് വർഷ വേഗം റൂമിൽ പോയി ബാഗ് എടുത്ത് ഇറങ്ങി വരുമ്പോഴാണ് മഹിമ അത് കാണുന്നത്. മഹിമ മോളെ എങ്ങിട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇനി ഞാൻ എവിടേക്കും ഇല്ല, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോവാണ്. നിങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ആ രേവതി ചേച്ചീൻ്റെ നാണം കെടുത്തി സച്ചേട്ടനെ വയലൻ്റ് ആക്കിയിട്ടൊക്കെ ആ പരിപാടി കൊളാക്കിയിട്ട് നിങ്ങളൊക്കെ മനഃപൂർവ്വം ചെയ്തതാണല്ലേ? അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇറങ്ങി പോവാണ് കേട്ടോ. തിരിച്ച് അവൾ വീട്ടിലെത്താണ്. സച്ചിയുടെ വീട്ടിലെത്തുമ്പോൾ ആദ്യം വേഗം ചന്ദ്രമതിയെ കാണാം. അപ്പോൾ മോള് നീ വന്നോ, സന്തോഷമായി, നീ വരില്ലാന്ന് ഞാൻ വിചാരിച്ചിരുന്നു പറയുമ്പോൾ അവൾ ചോദിക്കുന്നത് ആദ്യം രേവതിനെയാണ്. ആൻറ്റി രേവതി ചേച്ചി എവിടെ ചോദിക്കുന്നുണ്ട്. അവൾ അടുക്കളയിൽ എങ്ങനെ കാണും, നീ എന്തിനാ ഇപ്പോൾ അവളെ അന്വേഷിക്കുന്നത്? ആ കള്ളി കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, എന്താ ആൻറ്റി രേവതി ചേച്ചിനെ കള്ളിയിൽ നിന്നും വിളിക്കണ്ട എന്നിട്ട് അടുക്കളയ്ക്ക് കയറി പോയിട്ടോ. അപ്പോൾ രേവതിനെ കെട്ടിപ്പിടിച്ചിട്ട് വർഷം മാപ്പ് പറയാണ്. രേവതി ചേച്ചി എന്നോട് ക്ഷമിക്കണം, അച്ഛനും അമ്മയും കൂടി നടത്തിയൊരു പദ്ധതിയാണ് ഇതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണം. എൻ്റെ അച്ഛനും അമ്മയും രേവതി ചേച്ചിനെ ഒരുപാട് അപമാനിച്ചു, നാണം കെടുത്ത് എല്ലാവരുടെ മുന്നിലും എന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നീ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? ഞാനതൊക്കെ അപ്പളേ വിട്ടു, നീ വന്നല്ലോ. ശ്രീകാന്ത് എവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് 2 ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ നിന്ന് പോന്നുല്ലോ, ഇവിടെ എത്തിച്ചില്ലേ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല, നിൻ്റെ കൂടെ ഒന്നും ഞങ്ങൾ വിചാരിച്ചത്, ശ്രീകാന്ത് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അറിയണം. അങ്ങനെ രേവതി ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ തന്നെ ഒരു റൂമിൽ താമസിക്കാന്നൊക്കെ വിവരം അറിയുന്നുണ്ട്. പിന്നെ ശ്രീകാന്ത് തിരിച്ചു വരുന്നുണ്ട്. രേവതിയോട് വർഷയും ശ്രീകാന്തും മാപ്പ് പറയുന്ന സീൻസൊക്കെ വരുന്നുണ്ട്. രേവതിയുടെ നിരപരാധിത്വം വീട്ടിലെല്ലാവരും മനസ്സിലാക്കുന്ന സീനൊക്കെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം,